ഹായ് ഫ്രണ്ട്സ്, ആരു മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട പപ്സാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, വലിയ ജീരകം, ഒരു നുള്ളു പഞ്ചസാര, 4 മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മൈദ, ഒരു നുള്ളു പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ ഉപ്പ് ചേർത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ചെറിയ ബ്രൗൺ നിറമാവുന്നത് വരെ സവാള വഴറ്റണം. സവോള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വലിയ ജീരകം, പിന്നീട് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അത് ഓപ്ഷണലാണ്. ഇനി എല്ലാം കൂടി ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി എടുക്കുക. അതിലേക്ക് 1 നുള്ളു പഞ്ചസാര വിതറി കൊടുക്കാം. അത് ടേസ്റ്റിനനുസരിച്ചാണ്. പഞ്ചസാര ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എണ്ണ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പപ്സ് ഫില്ല് ചെയ്യുന്നതിലേക്ക് കടക്കാം. അതിനുവേണ്ടി നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മൈദാമാവ് പരത്തിയതിന് ശേഷം 2ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഷീറ്റിന് മുകളിൽ മറ്റൊരു ഷീറ്റായി വെച്ച് കൊടുക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി 1 സ്പൂൺ വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് 1 മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫോൾഡ് ചെയ്യാം. 4 സൈഡും നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം. മൈദാമാവ് വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിരുന്നോളും. ഇനി നമുക്ക് ഓരോ പപ്സും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ പപ്സ് ഇട്ട് കൊടുക്കാം.
ഒരു പപ്സും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചും രണ്ട് സൈഡും നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് പപ്സ് മാറ്റാം. ഇപ്പം പപ്സ് ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പപ്സ് ഏകദേശം ആയി വരുന്നുണ്ട്. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. പപ്സ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോ പപ്സും റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പം ഇവിടെ എല്ലാ പപ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.